ഞാനിപ്പോൾ പോകുന്ന ബസ്സിൽ വളരെ സമയം കുറവാണ്, ഒരുപാട് ലേറ്റായാണ് വന്നത്. അത് സംബന്ധിച്ചാണ് ക്ലാസ്സുകൾ എടുക്കാൻ പറ്റാത്തത്. ഡ്രൈവർ എക്സാമിന് പഠിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ക്ലാസ്സുകൾ, ഞാൻ ഒരു ഡ്രൈവർ എന്ന നിലയ്ക്ക് എനിക്കറിയാവുന്ന ടിപ്സ് ക്ലാസ്സുകളുണ്ടാവും. അത് ഞാൻ പറഞ്ഞു തരും. ഉദാഹരണത്തിന് രാത്രി കാലങ്ങളിൽ വണ്ടി ഓടിക്കുമ്പോൾ എതിരെ വാഹനം വരുമ്പം നമ്മൾ ലൈറ്റ് ഡിം ചെയ്യണം, അല്ലാതെ ലൈറ്റ് അടിക്കുകയോ ലൈറ്റ് ഓഫ് ചെയ്യുകയോ അതൊന്നും അല്ല. അതാണ് ശരിയായ ഡ്രൈവിംഗ്. CNVR 104ലാണ്, CNVR 104ലാണ് പറയുന്നത്. ഇങ്ങനെ കമൻസുകൾ ഞാൻ കാണാറുണ്ട്. ഇപ്പം പ്രിസൺ ഡ്രൈവറിന് പഠിക്കാം. ജയിൽ ഡ്രൈവർ വേറെ, പ്രിസൺ ഡ്രൈവർ വേറെ. പ്രിസൺ ഡ്രൈവർ ഇപ്പം ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. 3 വർഷത്തെ ലിസ്റ്റ് ആയതുകൊണ്ട് ഇതിൽ കൂടുതൽ വേക്കൻസി ഇടാൻ സാധ്യതയുണ്ട്. പ്രിസൺ ഡ്രൈവർ എക്സാം കഴിഞ്ഞ് മാക്സിമം ഒരു 2 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഡ്രൈവർ വിളിക്കത്തുള്ളൂ. ബാക്കിയുള്ള ഡ്രൈവർ എക്സാം സെപ്റ്റംബർ മാസം കഴിഞ്ഞ് കാണാൻ സാധ്യതയുള്ളൂ. മോട്ടോർ വാഹന നിയമം 117 മുതൽ 122 വരെ പഠിക്കാനുണ്ട്. 117 സ്പീഡോമീറ്ററിനെ കുറിച്ച് പറയുന്നു. 18 സ്പീഡ് ഗവർണറെ കുറിച്ച് പറയുന്നു. എന്താണ് സ്പീഡ് ഗവർണർ? സ്പീഡ് ലോക്ക്, സ്പീഡ് ആവാതിരിക്കാൻ വേണ്ടി 60-ലും 80-ലും ലോക്ക് ചെയ്യണതാണ്. 119 കുറിച്ച് പറയുന്നു. 19 ഫോണുകളെ കുറിച്ച് പറയുന്നു. ഫോൺ പലതരത്തിലുണ്ട്. ഇലക്ട്രിക് ഫോൺ, മൾട്ടി ടോൺ ടൈപ്പ്. 120-ൽ സൈലൻസിനെ കുറിച്ച് പറയുന്നു. പെയിൻറ്റിങ്ങിനെ കുറിച്ചാണ്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഡ്രൈവർ റാങ്ക് ഫയലിലുള്ളത്.